വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം യേശു ജനത്തെ ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവനോട് ഒരു ചോദ്യം ചോദിച്ചു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ? മത്തായി 21:23. സന്നിധി സംഘത്തിൻ്റെ അനുവാദം ഇല്ലാതെ വെറും ഒരു ആത്മായനായ നിനക്ക് വേദവ്യാഖ്യാനം നടത്തുവാൻ എന്തധികാരമെന്ന അവർ ചോദിച്ചത്. ഇവരുടെ ചോദ്യത്തെ വേറൊരു ചോദ്യം കൊണ്ട് യേശു നേരിട്ടു. യേശു ചോദിച്ചു, യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ? മത്തായി 21:25. അതായത് പ്രസംഗിക്കുന്നതിനും സ്നാനം കഴിപ്പിക്കുന്നതിനും യോഹന്നാന് ലഭിച്ച അധികാരം എവിടെ നിന്ന് എന്ന യേശു ചോദിച്ചത്. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. സ്വർഗത്തിൽ നിന്ന് പറവാൻ കഴിയില്ല, പിന്നെ എന്തുകൊണ്ട് യോഹന്നാനെ വിശ്വസിക്കാതെ കൊന്നു എന്ന് മറുചോദ്യമുണ്ടാവാം. മനുഷ്യനിൽ നിന്ന് പറവാൻ കഴിയില്ല, കാരണം പുരുഷാരി യോഹന്നാനെ ഒരു പ്രവാചകനായിട്ടാണ് കണ്ടിരുന്നത്. ഇവിടെ വാക്കിൽ കൊടുക്കുവാൻ വന്നവർ വാക്കിൽ കുടുങ്ങിപ്പോകുന്ന കാഴ്ച. കർത്താവിൻ്റെ മറുപടിയിൽ പറയാതെ പറയുന്നത് കർത്താവിൻ്റെ അധികാരം അനിഷേധ്യവും യോഹന്നാൻ്റേതിൽ ഉപരിയുമാകുന്നു എന്ന്. അതെ, നമ്മുടെ കർത്താവ് എല്ലാവരിലും വലിയവനും അവൻ്റെ അധികാരം മറ്റെല്ലാ അധികാരങ്ങളെക്കാളും ഉന്നതവുമാണ്. യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തുടർന്ന് കർത്താവ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഭക്തി പ്രകടനത്തെയും ബാഹ്യ ആചാരങ്ങളെയും മനസ്സിലാക്കി കൊടുക്കുന്ന ഉപമയാണ് മത്തായി 21:28 മുതലുള്ള വാക്യങ്ങൾ. ഈ ഉപമയിൽ പിതാവ് മൂത്ത മകൻ്റെ അടുക്കൽ ചെന്ന് ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സില്ല എന്ന് ആദ്യമേ പറഞ്ഞു, എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് പിതാവ് പറഞ്ഞതുപോലെ ചെയ്യുന്നു. രണ്ടാമത്തെ പുത്രൻ പിതാവിൻ്റെ ഹിതത്തിനനുസരിച്ച് പോയി വേല ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും പോയില്ല. പോകില്ല എന്ന് പറഞ്ഞ മകൻ പോയി, പോകാം എന്ന് പറഞ്ഞ മകൻ പോയില്ല. ഈ ഉപമയിൽ അപ്പനോട് അനുസരണം നടിച്ച ഉത്തരം പറയുകയും എന്നാൽ അപ്പനെ അനുസരിക്കാതിരിക്കുകയും ചെയ്ത മകൻ അന്നത്തെ മഹാപുരോഹിതന്മാരെയും ഭക്തിവേഷം അണിഞ്ഞവരെയും സൂചിപ്പിക്കുന്നു. പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ മനസ്സില്ല എന്ന് പറയുകയും പിന്നെ പശ്ചാത്തപിച്ച് അനുസരിക്കുകയും ചെയ്ത മകൻ ചുങ്കക്കാരെയും പാപികളെയും സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നീതിമാന്മാർ എന്ന് നടിച്ചിരുന്ന പരീശന്മാർക്കും പുരോഹിതന്മാർക്കും അല്ല പാപമോചനം ലഭിച്ചത്, പിന്നെയോ ചുങ്കക്കാർക്കും പട്ടണത്തിൽ പരസ്യമായി പാപത്തിൽ ജീവിച്ച വേശ്യമാർക്കും ആണ്. യേശുവിനെ അംഗീകരിക്കുകയും അനുസരിച്ച് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നത്. യെരിഹോവിൽ ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയെക്കുറിച്ച് ജനം പറഞ്ഞത് അവൻ പാപിയാകുന്നു എന്ന്. എന്നാൽ സക്കായി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. പാപി എന്ന് മറ്റുള്ളവരാൽ അധിക്ഷേപിക്കപ്പെട്ട സക്കായിയുടെ ഭവനത്തിൽ പാർക്കുവാൻ യേശു പോയി. സക്കായിയുടെ അനുതാപ വാക്കുകളാണ്, എൻ്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ചതിവായി വാങ്ങിയതിൻ്റെ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. മറ്റുള്ളവർ സക്കായിയെ പാപിയായി മുദ്ര കുത്തിയപ്പോൾ സക്കായി തൻ്റെ പാപത്തെ സമ്മതിച്ചു. അവൻ്റെ അനുതാപം ഭവനത്തെ മുഴുവൻ രക്ഷയിലേക്ക് നടത്തി. വിശുദ്ധരെന്ന് സ്വയം അഭിമാനിച്ച് നീതീകരിക്കുന്നവരല്ല, പശ്ചാത്തപിക്കുന്ന പാപികളാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്നത്. വേഷധാരികളായ പുരോഹിതവർഗത്തെയും കപടഭക്തിക്കാരായ പരീശന്മാരെയും ശാസ്ത്രിമാരെയും നോക്കി അവരുടെ അശുദ്ധി കൊണ്ട് നിറഞ്ഞ വിശുദ്ധ നഗരത്തെ കണ്ട് യേശു കരഞ്ഞു എന്ന് ലൂക്കോസ് 19:41 വായിക്കുന്നു. ഈ പരീശന്മാരെ പോലെയല്ലേ നാം? വേഷത്തിലും പ്രകടനത്തിലും നാം ഭക്തന്മാരാണ്. ഉപമയിലെ പുത്രനെ പോലെ നിനക്ക് വേണ്ടി തോട്ടത്തിൽ വേല ചെയ്തു കൊള്ളാം എന്ന് നാമും പറയും. പക്ഷേ ഇന്നും ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ അനുസരണം കെട്ടവരായി ജീവിക്കുകയല്ലേ ചെയ്യുന്നത്? ശാന്തമായി ചിന്തിക്കുക. പിതാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം പറയുകയും എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്ത ഉപമയിലെ പുത്രനെ പോലെയാണോ നാം?
വിധേയത്വം കാണിക്കുന്നവരിൽ പെട്ടെന്ന് മാനസാന്തരം ഉണ്ടാവില്ല. എന്നാൽ അനുസരിക്കില്ല എന്ന് പറഞ്ഞ പുത്രനിൽ പെട്ടെന്ന് മാനസാന്തരം ഉണ്ടായി. അനുസരിക്കാതിരുന്ന പുത്രനിലുണ്ടായ പശ്ചാത്താപം പോലെയുള്ള അനുതാപമാണ് നമുക്ക് വേണ്ടത്. ഈ നോമ്പിൻ ദിനങ്ങളിൽ ക്രൂശ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ബാഹ്യപ്രകടനത്തിൽ കൂടി ഭക്തനെന്ന് നടിച്ച് കാഴ്ചക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ ഞാനും നീയും നയിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ പാപത്തെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട ജീവിതമാണോ നയിക്കുന്നത്? അനുസരണം ഭാവിച്ച് അനുസരണക്കേട് കാണിക്കുന്നവരോ, അനുസരണം കെട്ടവരായി ജീവിച്ച് പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നവരോ? നാം ഏതിൽ ഉൾപ്പെടുന്നു? കർത്താവേ, പാപത്തെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെടുവാനുള്ള മനസ്സ് എനിക്കും തരണമേ. ആമേൻ.